നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടത്തിയ നവകേരള യാത്രയ്ക്ക് നേരെ പ്രതിഷേധിച്ച KC യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സംഘം മർദ്ദിച്ച കേസ്. ആ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ കേസിലെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കോടതി അനുവദിച്ചിരുന്നു. മുൻകൂർ ജാമ്യം കിട്ടിയ പ്രതികളിൽ 3 പേർക്കെതിരെ സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. നിർണായകമായ നീക്കം ഹൈക്കോടതിയിലേക്ക് സർക്കാർ നടത്തിയിരിക്കുകയാണ്. ഇതുവരെയുള്ള എല്ലാ തെളിവുകളും അതുമാത്രമല്ല വസ്തുതകളും പൂർണ്ണമായി അവഗണിച്ചുകൊണ്ടാണ് ഇവർക്ക് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. മാത്രമല്ല തികച്ചും അപ്രസക്തമായ കാര്യങ്ങളെ മുൻനിർത്തി നൽകിയ മുൻകൂർ ജാമ്യമാണ് ഇതെന്നും വ്യക്തമാക്കുന്നുണ്ട് സർക്കാർ അപ്പീലിൽ. പിണറായി വിജയന്റെ സുരക്ഷാ സംഘത്തിലെ അംഗങ്ങളായിരുന്ന VK ഷൈജു, R അരുൺ, VV വിപിൻ എന്നിവർക്ക് ആലപ്പുഴ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനെതിരെയാണ് ഇപ്പോൾ സർക്കാർ അപ്പീൽ നൽകിയിരിക്കുന്നത്. അപ്രസക്തമായ ചില വാദങ്ങൾ മുൻനിർത്തിയാണ് മുൻകൂർ ജാമ്യം ഇവർക്ക് അനുവദിച്ചത് എന്നാണ് സർക്കാരിന്റെ വാദം. ഇവരെ കൂടാതെ ഗൺമാനായിരുന്ന S അനിൽകുമാർ, സുരക്ഷാ സംഘത്തിലെ S സന്ദീപ് എന്നിവർക്കും സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ ഈ 3 പേർക്കെതിരെയാണ് സർക്കാർ അപ്പീൽ പോയിരിക്കുന്നത്. എല്ലാ തെളിവുകൾക്ക് വിരുദ്ധവും തെറ്റായ വിവരങ്ങൾ മുൻനിർത്തിയുള്ളതുമായിരുന്നു സെഷൻസ് കോടതിയുടെ കണ്ടെത്തലുകൾ എന്നും അപ്പീലിൽ വ്യക്തമാക്കുന്നുണ്ട്. ഗൺമാനും അകമ്പടി സേനയും മർദ്ദിക്കാനായി ഉപയോഗിച്ച സാധനങ്ങൾ ഇതിനകം തന്നെ സറണ്ടർ ചെയ്തു എന്ന തെറ്റായ ധാരണയുടെ പുറത്താണ് ഇത്തരത്തിലൊരു മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ നിരീക്ഷണം നിലവിൽ നടക്കുന്ന അന്വേഷണത്തെ ദോഷമായിട്ട് ബാധിക്കുമെന്നും അപ്പീലിൽ സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൃത്യമായി നിഷ്പക്ഷമായും അന്വേഷണം നടത്താൻ അവസരമൊരുക്കണമെന്ന ആവശ്യവും സർക്കാർ ഉന്നയിച്ചിരിക്കുകയാണ്. ഇതിനായി സെഷൻസ് കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നും അപ്പീലിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 308-ാം വകുപ്പ് അതായത് നരഹത്യാ ശ്രമം വകുപ്പ് ചേർത്തതിൽ അസ്വാഭാവികതയുണ്ടെന്ന് വ്യക്തമാക്കിയായിരുന്നു സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം ഇവർക്ക് അനുവദിച്ചത്. രാഷ്ട്രീയ പശ്ചാത്തലമുള്ള കേസാണ്. അത്തരത്തിലുള്ള കേസുകളിൽ അന്വേഷണവും വ്യക്തി സ്വാതന്ത്ര്യവും തമ്മിൽ താരതമ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതിന് രണ്ടിനെ ഒരു തുലനാവസ്ഥയിൽ നിർത്തേണ്ട ഒരു കാര്യമുണ്ട്. തുലനാവസ്ഥ പാലിക്കണമെന്നും പ്രതികൾ പരാതിക്കാരെ സ്വാധീനിക്കില്ലെന്നും കോടതി വിലയിരുത്തി. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലായിരുന്നു മുൻകൂർ ജാമ്യം അനുവദിക്കപ്പെട്ടത്. ചോദ്യം ചെയ്യലിന് പ്രതികൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. മാത്രമല്ല ചോദ്യം ചെയ്യലിന് വിധേയരാകണം. ഇനി അഥവാ ചോദ്യം ചെയ്യലിന് വിധേയരായി അറസ്റ്റ് രേഖപ്പെടുത്തുകയാണെങ്കിൽ ഉടൻ ജാമ്യത്തിൽ വിടണമെന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ മുൻനിർത്തിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023 ഡിസംബർ 15 ആലപ്പുഴ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ വെച്ചാണ് അന്നത്തെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച നവകേരള ബസിന് നേരെ പ്രതിഷേധമുയർത്തിയതിന്റെ പേരിൽ KSU ജില്ലാ പ്രസിഡന്റ് AD തോമസ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അജയ് ജുവൽ, കുര്യാക്കോസ് എന്നിവരെ പിണറായി വിജയന്റെ ഗൺമാനും അകമ്പടി സേനയും ചേർന്ന് മർദ്ദിച്ചത്. പിന്നീട് UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ ഏർപ്പെടുത്തുകയായിരുന്നു. കേസ് അന്വേഷിച്ച പോലീസ് 5 പേരെ പ്രതി ചേർത്ത് കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തു. പക്ഷെ പ്രതികൾക്ക് മുൻകൂർ ജാമ്യം കിട്ടി. മുൻകൂർ ജാമ്യം സർക്കാരിനൊരു തിരിച്ചടിയല്ല. വിധി പരിശോധിച്ച ശേഷം മറ്റ് കാര്യങ്ങളിലേക്ക്, നിയമ നടപടികളിലേക്ക് കടക്കുമെന്ന് നേരത്തെ തന്നെ UDF നേതാക്കൾ പ്രതികരിച്ചിരുന്നു. പ്രത്യേകിച്ച് അന്ന് ആക്രമണത്തിനിരയായ ഒരാൾ, അദ്ദേഹം ഇപ്പോൾ MLA ആണ്. അദ്ദേഹം പ്രതികരിച്ചത് നിരാശാജനകമായ വിധിയാണ്. തനിക്ക് നീതി കിട്ടുന്നത് വരെ, അല്ലെങ്കിൽ തന്നെ പോലെ തന്നെ ആക്രമണം ഏറ്റുവാങ്ങിയവർക്ക് നീതി കിട്ടുന്നത് വരെ പോരാട്ടം തുടരും, നിയമ പോരാട്ടം തുടരുമെന്നായിരുന്നു AD തോമസ് MLA പ്രതികരിച്ചത്. എന്നാൽ ഈ വിഷയത്തിൽ ഇപ്പോൾ നിർണായകമായ നീക്കം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നീക്കങ്ങൾ എന്തൊക്കെയാണ്, തുടർ നീക്കം ചർച്ച ചെയ്തോ, അത്തരത്തിൽ നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ഇടപെടൽ തൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല, റിപ്പോർട്ട് കിട്ടിയ ശേഷം താൻ പ്രതികരിക്കും എന്ന ഒരു മറുപടിയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് നൽകിയത്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോവുകയാണ്. അത് വരട്ടെ, അതിപ്പോ എനിക്ക് അന്വേഷണത്തിൽ ഞാൻ ഇടപെടാറില്ലല്ലോ. അത് പോലീസ് അന്വേഷിച്ചിട്ട് അവർ റിപ്പോർട്ട് എടുത്തല്ലേ നമ്മളൊക്കെ അറിയാൻ കഴിയുന്നത്. അതറിയില്ല. അത് ഒരു SIT രൂപീകരിച്ചാൽ അവരെന്തെല്ലാം ചെയ്യുന്നതെന്നൊന്നും ഞാൻ അന്വേഷിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. ഐ ഷുഡ് നോട്ട് ഇന്റർഫിയർ ഇൻ ടു ദെയർ ഫ്രീഡം. ഒരിക്കലും പാടില്ലാത്തതാണ്. ഒരു ആഭ്യന്തരമന്ത്രിയും ചെയ്യാൻ പാടില്ലാത്തതാണ്. അത് അവർക്ക് സ്വതന്ത്രമായി അന്വേഷിക്കാം. സ്വതന്ത്രമായി അന്വേഷിച്ച് റിപ്പോർട്ട് തരുമ്പോൾ ആ റിപ്പോർട്ടിൽ നിങ്ങളെ അറിയും. റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. അതിനെപ്പറ്റി എന്നോട് സംസാരിച്ചിരുന്നു. അന്നത്തെ ജയിൽ DGP സംസാരിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞതിന്റെ കാര്യം റിപ്പോർട്ടായിട്ട് തന്നില്ല, വാക്കാൽ പറഞ്ഞത് കോടതി ഇടപെട്ടാണ് പരോൾ കൊടുത്തത്. അപ്പൊ കോടതിയിൽ ഇനി വക്കീൽ മൗനം പാലിച്ചോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും കോടതി ഇടപെട്ടതാണ്, അല്ലാണ്ട് DGP കൊടുത്തല്ല എന്നാണ്, അല്ലെങ്കിൽ പോലീസ് ജയിൽ ഡിപ്പാർട്ട്മെന്റ് കൊടുത്തല്ലെന്നാണ് എന്നോട് പറഞ്ഞത്.
EP ജയരാജൻ പ്രതിയായ ഒരുപാട് കേസുണ്ട്. അപ്പൊ കേസ് അവസാനിപ്പിക്കുമ്പോൾ കോടതി പോലീസ് റിപ്പോർട്ട് കൊടുക്കുകയും ഇന്ന് കോടതി തള്ളിയിട്ടുണ്ട്. അതായത് EPക്കെതിരെ കേസ് അന്വേഷിക്കണം. മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്ന് പിണറായി വിജയൻ നടന്നുമായി ബന്ധപ്പെട്ട കേസിലാണ്. അന്വേഷിക്കട്ടെ, കോടതി പറഞ്ഞ അന്വേഷിക്കണ്ടേ. കോടതി, ഞാൻ പറഞ്ഞല്ലോ, പോലീസിന്റെ എല്ലാ ആക്ഷനും കോടതിയുടെ നിരീക്ഷണത്തിലാണ്, സ്കൂട്ടണിയിലാണ്. അതുകൊണ്ട് പോലീസ് ഈസ് കെയർഫുൾ. എല്ലാ കാലഘട്ടത്തിലും പോലീസ് കെയർഫുൾ ആകുന്നതിന്റെ കാര്യം എന്താ? പോലീസ് എടുക്കുന്ന എല്ലാ നടപടിയും കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയമാണ്. IPC അല്ല പുതിയ BNS അനുസരിച്ചാണ് അല്ലേ? അതനുസരിച്ചാണ് പോലീസ് പ്രവർത്തിക്കുന്നത്. അത് കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയവുമാണ്. അതുകൊണ്ട് പോലീസിന് ഇഷ്ടംപോലെ ചെയ്യാൻ കഴിയത്തൊന്നുമില്ല. രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ച് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. അത് കോടതിയുടെ സ്കൂട്ടണിക്ക് വിധേയവുമാണ്. അതുകൊണ്ടാണ് ആഭ്യന്തരമന്ത്രി ഒരിക്കലും പോലീസ് അന്വേഷണത്തിൽ ഇടപെടരുത് എന്ന് നമ്മൾ പറയുന്നത്. നമ്മൾ അന്വേഷിക്കാൻ ഇടപെടാൻ പാടില്ല. ഞാൻ നേരത്തെ ആഭ്യന്തരമന്ത്രി ആയപ്പോൾ എൻ്റെ നിലപാട് അതാണ്. പോലീസിന് അതിൻ്റെ ഫ്രീഡം കൊടുക്കണം. അവർ നിയമപരമായി ചെയ്യുന്നില്ല എങ്കിൽ ഇടപെടാം. നിങ്ങൾ നിയമത്തിൽ വിട്ട് ചെയ്യാൻ പാടില്ലെന്ന് പറയാം. അല്ലാണ്ട് ഏതെങ്കിലും ഒരു കേസിലെ അന്വേഷണത്തെ ഒരു കാരണവശാലും അന്വേഷണത്തിൽ ഇടപെടാൻ പാടുള്ളതല്ല. അതൊക്കെ SIT തീരുമാനിക്കേണ്ട കാര്യം. പോണോ വേണ്ടയോ, ഇപ്പോഴത്തെ അന്വേഷണം തൃപ്തികരമാണോ, നിയമോപദേശം തേടണോ, അതൊക്കെ അവർ തീരുമാനിക്കണം. ഏതാ അല്ല അവിടെ ചെയ്യും. Okay. The narcotic hunt is a mission for the narcotic hunt is. കുഴപ്പമില്ല, ഇവിടെ വെച്ചാൽ മതി. I speak in English or Hindi. What do you want? English, sir, English. The narcotic hunt is a mission for the Kerala government in order to eradicate drugs menace from the state of Kerala. And there should be a coordinated effort from all the agencies to nab the culprits and to stop the selling and use of prohibited tobacco products as well as the drugs. And Operation Tufan is a success, and we could able to nab more than 3,000 people, and they are brought before the law. Law will take its own course. More than 10 crores worth products were seized by the Kerala police, and the Kerala police is successfully operating this Operation Tufan, and the people are happy about this. All the representatives of the central agencies congratulated the Kerala police for their brave initiative to eradicate drug menace from the state of Kerala. So we will continue with this program. This program was inaugurated by the Chief Minister CVD Sadishan, and all the other ministers of excise, health, and education. They were all cooperating with this. The 26th, the World Anti-Drugs Day, we are going to make programs in every constituencies of Kerala. So this is a mission for the future. This is the mission for helping the future generation. I request all the people for total support and help for this program. So which were the agencies that were there in today's meeting, and did you discuss on the source, on finding the source of Today all the important agencies regarding the narcotic, to prohibit the narcotic activities were present. IB, Customs, then DRA, NCB, Excise, and RPF, CISF, all agencies were present here. Because in Kerala there are 4 major international airports. So we must be careful about that. And coastal police, marine police, all these agencies were present in this meeting. So we had charted out, we are going to chalk out a program
by the help of all these agencies, so that a stringent action will be taken against these debt peddlers and the people who are involved in it.